ആദ്യം ഞാൻ ശരിക്കും ഫീൽഡിൽ വരുമെന്ന് വിചാരിച്ചിട്ടൊന്നല്ല. കല്യാണം കഴിഞ്ഞപ്പോൾ വിചാരിച്ചു പാട്ടുകാരനായതുകൊണ്ട് ഇനി പാട്ട് പാടിപ്പിക്കൂല എന്നുള്ളതായിരുന്നു ധാരണ. പക്ഷെ ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് കല്യാണം കഴിഞ്ഞ പാടെ ഇവരെ വീട്ടിൽ പോയപ്പോ ഉപ്പ ഉണ്ട്. അപ്പൊ ഉപ്പയാണ് പാട്ട് ആദ്യം പാടിപ്പിച്ചിട്ട് പറയുന്നത്, ഇവളെ പാടിപ്പിച്ചൂടെന്ന് ഉപ്പയാണ് ചോദിക്കുന്നത്. അത് വലിയൊരു കാര്യമാണ്. അതെനിക്ക് എന്തായാലും എടുത്തു പറയാൻ. അതെ, ഓപ്പോസിറ്റ് ചില ആൾക്കാർക്ക് ഇഷ്ടപ്പെടൂല. പക്ഷെ ഉപ്പ മരിച്ചു 2 വർഷമായി ഇപ്പൊ മരിച്ചിട്ട്. പക്ഷെ ഉപ്പ ഭയങ്കര സപ്പോർട്ടാണ്. മോൻ പാടുന്നതിലായാലും ഉപ്പ ഭയങ്കര ആസ്വാദകനാണ്. എന്റെ ഉപ്പ ആയാലും അതുപോലെ തന്നെയാണ്. അപ്പോൾ ആ ഒരു കാര്യം കൊണ്ടാണ് ഇവിടം വരെ എത്തിയത്. അവർ സപ്പോർട്ട് ഇല്ലെങ്കിൽ ഞാൻ അത് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യും. കാരണം നമ്മൾക്ക് എപ്പോഴും നമ്മുടെ ഹസ്ബൻഡ് വീട്ടുകാരാണ് വലിയ പ്രാധാന്യമുള്ളത്. അപ്പം അവരെല്ലാവരും നല്ല സപ്പോർട്ടാണ്. പിന്നെ ഞാൻ വന്നു പിന്നെയാണ് മോൻ പാടുന്നത്. പിന്നെ ഇവൻ പാടുമ്പോൾ നമ്മൾ വിചാരിച്ചൊന്നുമില്ല ഇവൻ ഇങ്ങനെ വലുതായി പാടും, ഇങ്ങനെ ആൾക്കാരൊക്കെ അറിയും. അപ്പൊ മോൻ വന്ന് പാടി. പിന്നെയാണ് മോളും അവര് പാടുന്നെങ്കിൽ പാടട്ടെ, അല്ലാണ്ട് നമ്മളെ നിർബന്ധത്തിൽ പാടിപ്പിക്കാൻ പറ്റുന്നതല്ല. ഒരുപാട് സന്തോഷമായി മാറി അല്ലേ നമുക്കൊരു. പിന്നെ എന്റെ ഏട്ടന്മാരൊക്കെ നല്ല സപ്പോർട്ടാണ്. നമ്മളിപ്പോ യൂട്യൂബിൽ എന്താ ഇറങ്ങി കഴിഞ്ഞാൽ തന്നെ എന്റെ മൂത്ത ഏട്ടനൊക്കെ മെസ്സേജിൽ ഓരോ ഉപദേശങ്ങൾ തരും. അതിലേക്ക് വരാം. ഇതുപോലെ നിങ്ങളുടെ ഒരു കുടുംബത്തിനെ കുറിച്ചുള്ള ഒരു ചർച്ച ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മറ്റൊരു നിങ്ങളുടെ യൂട്യൂബ് അല്ലേ, നമുക്ക് അതില് നിങ്ങളുടെ എനിക്കൊന്ന് രണ്ട് ചാനലുണ്ട്, രണ്ടും സ്വീകരിച്ചു കഴിഞ്ഞു പ്രേക്ഷകര്. അപ്പൊ അതില് നിങ്ങളുടെ കുടുംബത്തിലെ കാര്യങ്ങൾ വിശേഷങ്ങളൊക്കെ പങ്കുവെച്ചുകൊണ്ടുണ്ട്. അതിനെ കൂടി ഒന്ന് നമ്മളിപ്പോ ചാനലുള്ളത് ഒന്ന് നമ്മുടെ മോന്റെ പേരിലുള്ള സിഫ്രാൻ നിസാം എന്നുള്ള ചാനലാണ്. അത് നിങ്ങൾ എന്താ പറയാ 2 കൈയും നീട്ടി സ്വീകരിച്ചു. അതുപോലെ തന്നെ അതിനുശേഷം ഇപ്പൊ അടുത്ത് തുടങ്ങിയൊരു ചാനലുണ്ട് നമ്മുടെ. അത് നമ്മള് തുടങ്ങാൻ വിചാരിച്ചല്ല, നമ്മുടെ പ്രേക്ഷകരുടെ ആവശ്യപ്രകാരം തുടങ്ങിയതാണ്. കാരണം നമ്മൾ ഒരുപാട് പേഴ്സണലായിട്ട് മെസ്സേജ് വരുന്നുണ്ട്, നിങ്ങളുടെ വിശേഷങ്ങളും അതുപോലെ എന്തെങ്കിലും അതൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഞങ്ങൾ അറിയിക്കാൻ വേണ്ടിയിട്ട് ഒരു ചാനൽ തുടങ്ങിക്കൂടെ എന്നുള്ള അങ്ങനെ നമ്മളൊരു ബ്ലോഗ് എന്നുള്ള രീതിയിൽ ഒരു സിഫ്നൂർ എന്ന് പറഞ്ഞൊരു ചാനൽ തുടങ്ങിയിട്ടുണ്ട്.